ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ആതിര ബാലൻ. തീരുമാനങ്ങൾ എടുക്കുമ്പോൾ വികസ്വര രാഷ്ട്രങ്ങളെയും ഗ്ലോബൽ സൌത്തിനെയും പരിഗണിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നിർമ്മിത ബുദ്ധി, ക്രിപ്റ്റോ കറൻസി, സൈബർ കുറ്റകൃത്യങ്ങൾ എന്നിവയുടെ വെല്ലുവിളി നേരിടാൻ ആഗോള മാതൃകകൾ സൃഷ്ടിക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ദുബായിൽ ലോക ഗവൺമെന്റ് ഉച്ചകോടിയിൽ സംസാരിക്കുകയായിരുന്നു ശ്രീ നരേന്ദ്രമോദി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തുമുമായി ദുബായിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ UAE ബന്ധം കൂടുതൽ ഊട്ടിയുറപ്പിക്കുന്നതിനുള്ള നടപടികൾ ചർച്ചയായി. അബുദാബിയിലെ ആദ്യ ശിലാനിർമ്മിത ഹിന്ദു ക്ഷേത്രമായ സ്വാമി നാരായൺ സൻസ്ഥ ബാബ്സ് മന്ദിർ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. UAE ഗവൺമെന്റ് നൽകിയ 27 ഏക്കർ സ്ഥലത്താണ് ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത്. രാജ്യസഭാ തിരഞ്ഞെടുപ്പിൽ മുതിർന്ന കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധി രാജസ്ഥാനിൽ നിന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. കേന്ദ്രമന്ത്രിമാരായ അശ്വിനി വൈഷ്ണവ് ഒഡീഷയിൽ നിന്നും എൽ മുരുകൻ മധ്യപ്രദേശിൽ നിന്നും മത്സരിക്കും. കോൺഗ്രസ് വിട്ട് BJPയിലെത്തിയ അശോക് ചവാൻ മഹാരാഷ്ട്രയിൽ നിന്നും മത്സരിക്കും. കേന്ദ്ര വന്യജീവി നിയമത്തിൽ ഭേദഗതി വേണമെന്ന് ആവശ്യപ്പെടുന്ന പ്രമേയം കേരള നിയമസഭ പാസാക്കി. വനംമന്ത്രി AK ശശീന്ദ്രനാണ് പ്രമേയം അവതരിപ്പിച്ചത്. സംസ്ഥാനത്ത് വർദ്ധിച്ചുവരുന്ന വന്യജീവി ആക്രമണം മനുഷ്യജീവനും സ്വത്തിനും കൃഷിക്കും ഭീഷണി ഉയർത്തുകയാണ്. ജനവാസ മേഖലകളിൽ ഇറങ്ങുന്ന അക്രമകാരികളായ വന്യജീവികളെ നശിപ്പിക്കുന്നതിന് തടസ്സം സൃഷ്ടിക്കുന്ന കേന്ദ്ര വന്യജീവി നിയമത്തിലെ കർശന വ്യവസ്ഥകൾ കാലാനുസൃതമായി ഭേദഗതി വരുത്തണമെന്നാണ് പ്രമേയം ആവശ്യപ്പെടുന്നത്. കാട്ടുപന്നിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കണമെന്നും പ്രമേയത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു. വന്യജീവി നിയമ ഭേദഗതി സംബന്ധിച്ച് കേരള നിയമസഭ ഇന്ന് പാസാക്കിയ പ്രമേയം ജനങ്ങളെ അപഹാസ്യരാക്കുന്നതാണെന്ന് കേന്ദ്ര സഹമന്ത്രി V മുരളീധരൻ. കേന്ദ്രം നിർദ്ദേശിച്ചിട്ടുള്ള നടപടികൾ പ്രാവർത്തികമാക്കുകയാണ് പിണറായി സർക്കാർ ചെയ്യേണ്ടതെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. മനുഷ്യ വന്യജീവി സംഘർഷം ഇല്ലാതാക്കാൻ 2019 മുതൽ കേന്ദ്രം നൽകിയ 31 കോടി രൂപ എന്ത് ചെയ്തുവെന്ന് സംസ്ഥാന സർക്കാർ വ്യക്തമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. സംസ്ഥാനത്തെ കാർഷിക മേഖലയിലെ പ്രതിസന്ധി സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് നിയമസഭയിൽ ഇന്നും പ്രതിപക്ഷ വാക്കൌട്ട്. ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് കേരളത്തിലെ കർഷകർ ഇപ്പോൾ അനുഭവിക്കുന്നതെന്ന് പ്രമേയത്തിന് നോട്ടീസ് നൽകിയ പ്രതിപക്ഷാംഗം കുറുക്കോളി മൊയ്തീൻ ആരോപിച്ചു. എന്നാൽ കർഷകരെ പരിഗണിക്കുന്ന നിലപാടാണ് സർക്കാരിന്റേതെന്ന് കൃഷി മന്ത്രി P പ്രസാദ് വ്യക്തമാക്കി. മന്ത്രിയുടെ മറുപടിയുടെ അടിസ്ഥാനത്തിൽ സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിക്കുകയായിരുന്നു. കേന്ദ്ര സർക്കാരിന്റെ വികസന ക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി സംഘടിപ്പിക്കുന്ന വികസിത് ഭാരത് സങ്കൽപ് യാത്രയുടെ 2ാം ഘട്ട പര്യടനം തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് ജില്ലകളിൽ തുടരുന്നു. തിരുവനന്തപുരത്ത് ഇന്ന് പേട്ട, കമലേശ്വരം എന്നിവിടങ്ങളിലാണ് പര്യടനം നടന്നത്. എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴയിലും കൂത്താട്ടുകുളത്തുമാണ് യാത്ര ഇന്നെത്തിയത്. കോഴിക്കോട് കൊമ്മേരിയിലും കാമ്പുറത്തുമാണ് യാത്രയുടെ ഭാഗമായി പരിപാടികൾ നടന്നത്. പ്രസിദ്ധമായ ചെട്ടികുളങ്ങര കുംഭഭരണി നാളെ നടക്കും. പുലർച്ചെ 6 മുതൽ കുത്തിയോട്ടങ്ങൾ ക്ഷേത്രത്തിലേക്ക് എത്തിത്തുടങ്ങും. വൈകിട്ട് 4 മണിയോടെ കെട്ടുകാഴ്ചകൾ എഴുന്നള്ളും. നാളെ മാവേലിക്കര, കാർത്തികപ്പള്ളി താലൂക്കുകളിൽ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം തോന്നയ്ക്കലിൽ നടക്കുന്ന ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവൽ കേരള നാളെ സമാപിക്കും. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ സയൻസ് ഫെസ്റ്റിവലിനാണ് സമാപനമാകുന്നത്. കോഴിക്കോട് കക്കയം ഡാമിലെത്തുന്ന സന്ദർശകർക്കും പ്രദേശവാസികൾക്കും നേരെ വന്യജീവികളുടെ ആക്രമണം ഉണ്ടാകാതിരിക്കാൻ ആവശ്യമായ നടപടികൾ DFO സ്വീകരിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടു. ആകാശവാണി ദേവികുളം നിലയത്തിന്റെ ആഭിമുഖ്യത്തിൽ നാളെ റേഡിയോ കർഷക ദിനം ആഘോഷിക്കും. പ്രദേശത്തെ 5 മുതിർന്ന കർഷകരെ ചടങ്ങിൽ ആദരിക്കും. മാനന്തവാടിയിൽ കർഷകനെ കൊന്ന കാട്ടാനയെ മയക്കുവെടി വെച്ച് പിടികൂടാനുള്ള വനം വകുപ്പ് ദൌത്യം ഇന്നും തുടർന്നു. ബേലൂർ മഖ്നയ്ക്ക് സമീപം നിലയുറപ്പിച്ചിരുന്ന മറ്റൊരു കാട്ടാന ഇന്ന് ദൌത്യസംഘത്തിന് നേരെ ആക്രമണ ശ്രമം നടത്തി. വെടിയുതിർത്ത് ശബ്ദമുണ്ടാക്കിയാണ് RRT സംഘം രക്ഷപ്പെട്ടത്. ഡിമെൻഷ്യ, അൾഷിമേഴ്സ് ബാധിതരായ വയോജനങ്ങൾക്കായി സാമൂഹ്യനീതി വകുപ്പ് നടപ്പാക്കുന്ന ഓർമ്മത്തോണി പദ്ധതിയുടെ ലോഗോ മന്ത്രി R ബിന്ദു പ്രകാശനം ചെയ്തു. പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ തിരുവനന്തപുരം വിമൻസ് കോളേജിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി നിർവഹിക്കും. സംസ്ഥാന വനിതാ ശിശുവികസന വകുപ്പ് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നടത്തുന്ന 3 ദിവസത്തെ കരിയർ ഗൈഡൻസ് എക്സ്പോയ്ക്ക് നാളെ തുടക്കമാകും. പുതിയ കാലത്തെ പഠന മേഖലകളും സാധ്യതകളും പരിചയപ്പെടുത്തുന്ന എക്സ്പോയുടെ ഭാഗമായി വിദഗ്ധർ പങ്കെടുക്കുന്ന കരിയർ കൌൺസിലിംഗ് സെഷനുകളും നടക്കും. 44ാമത് നിക്ഷേപക സമാഹരണത്തിൽ ലക്ഷ്യമിട്ടതിനേക്കാൾ കൂടുതൽ തുക സമാഹരിക്കാൻ സഹകരണ ബാങ്കുകൾക്ക് കഴിഞ്ഞതായി സഹകരണ വകുപ്പ് മന്ത്രി VN വാസവൻ പറഞ്ഞു. ജനുവരി 10 മുതൽ നടക്കുന്ന സമാഹരണ യജ്ഞത്തിലൂടെ 23,263.73 കോടി രൂപ സമാഹരിക്കാൻ കഴിഞ്ഞതായും മന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഇന്ത്യ-ഇംഗ്ലണ്ട് ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ 3ാം മത്സരം നാളെ രാജ്കോട്ടിലെ സൌരാഷ്ട്ര ക്രിക്കറ്റ് അസോസിയേഷൻ സ്റ്റേഡിയത്തിൽ രാവിലെ മത്സരം ആരംഭിക്കും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.